പെട്രോളിൻ്റെ ആ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം പെട്രോൾ വാഹനങ്ങൾ മേടിച്ചവർക്കാണ് ഈ എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ ഏറ്റവും വലിയൊരു തലവേദനയായി മാറുന്നത്. ഈ ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നവർ ആഗ്രഹിക്കുന്നത് വളരെ വില കുറഞ്ഞ, ഇപ്പോഴത്തെ പെട്രോളിനേക്കാളും വില കുറഞ്ഞ ഒരു എഥനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളാണ്. 99.5% ശുദ്ധതയാർന്ന ആൽക്കഹോൾ മദ്യമായി ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റു കുൽസിത പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ പെട്രോളും കെമിക്കൽസും മെഥനോളും ചേർക്കേണ്ടതുണ്ട്. നിലവിൽ ഭാരതത്തിൽ E20 പെട്രോളാണ് ലഭിക്കുന്നത്. അതായത് 20% എത്തനോൾ 80% ക്രൂഡ് ഓയിൽ നിന്നും സംസ്കരിച്ചെടുത്ത പെട്രോളിലോട്ട് മിക്സ് ചെയ്തിട്ടാണ് E20 പെട്രോൾ എന്നൊരു സംഗതി കിട്ടുന്നത്. പക്ഷേ ഈ 20% എത്തനോൾ എന്ന ആ ഒരു തോതിനെ 22, 25, 85, 100 അത്രയും ശതമാനത്തിലേക്ക് ഉയർത്താനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 100% പെട്രോൾ എന്നതിൽ നിന്നും ആദ്യം 20% എഥനോൾ 80% പെട്രോൾ എന്നായി മാറി. പിന്നീട് 22 അതനുസരിച്ച് പെട്രോളിൻ്റെ അവിടെ അപ്പുറത്ത് അളവ് കുറയുന്നു, 78%. പിന്നെ 22 എന്നുള്ളത് 24ആയി, 30ആയി, 85ആയി, 100ആയി. അപ്പോൾ ചുരുക്കത്തിൽ ഈ 100 പെട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ എഥനോളിൻ്റെ അംശം 99% ഏകദേശം 1% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കെമിക്കൽസ്, അതായത് പെട്രോളും മെഥനോളും അതുപോലുള്ള കെമിക്കൽസ്. E100 എന്ന പെട്രോൾ ഒരു കാരണവശാലും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അത് ആരും റെക്കമെൻഡ് ചെയ്യില്ല താനും. കാരണം ഈ 100 പെട്രോൾ അല്ലെങ്കിൽ ഈ 85 പെട്രോൾ എന്ന് പറയുമ്പോൾ 85% എഥനോളുള്ള പെട്രോൾ, 100% എഥനോൾ പെട്രോൾ. അപ്പോൾ ഈ പെട്രോളുകളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളുടെ ഭാരതത്തിൽ ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾസ് വന്നു കഴിഞ്ഞു. ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾസിന് മാത്രമാണ് നിലവിൽ ഈ 85 ഫ്യൂവൽ ഉപയോഗിക്കാൻ സാധിക്കുക. ഈ 100ഉം അതുപോലെ തന്നെ ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങൾക്ക് മാത്രമായിട്ടാണ് ഉപയോഗിക്കുക. അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. കാരണം ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങൾ എഥനോൾ 85%, പെട്രോൾ 15%, അല്ലെങ്കിൽ എഥനോൾ 100%, പെട്രോൾ ഏകദേശം 1% ഏകദേശം ആ ഒരു രീതിയിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങൾ നിലവിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വാഹന നിർമ്മാതാവ് ആ വാഹനം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഫ്ലെക്സി ഫ്യൂവൽ വാഹനമാണ്, ഇതിലേക്ക് ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ എഥനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളാണ് എന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസൈനർക്ക് ഒരു ധാരണയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ആ ഡിസൈനിലെ എൻജിൻ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ ഘടകങ്ങൾ, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന റബ്ബർ ഭാഗങ്ങൾ, അതിലുപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ക്വാളിറ്റി, ഇങ്ങനെ എല്ലാത്തിനും അവർ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾസിൽ ഒരു സെൻസറുണ്ട്. ആ സെൻസറിൻ്റെ ഒരു പ്രത്യേകത എത്ര ശതമാനം പെട്രോൾ ഈ വാഹനത്തിലുണ്ട്, എത്ര ശതമാനം എഥനോൾ ഈ വാഹനത്തിലുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തെ പരിപാടി. സ്വാഭാവികമായിട്ടും 85% എഥനോൾ ഉണ്ട്, 15% പെട്രോൾ ഉണ്ട് എന്ന് അവൻ ആദ്യം മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ 100% എഥനോളുള്ള ഒരു പെട്രോളാണ് ഈ വാഹനത്തിലുള്ളത് എന്ന് അവൻ ആദ്യം മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും സെൻസറിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷനിൽ നിന്നുമാണ് പിന്നീട് അങ്ങോട്ട് എത്ര തോതിലാണ് ഇഞ്ചക്ടറിലോട്ട് ഫ്യൂവൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എയർ ഫ്യൂവൽ റേഷ്യോ മിക്സ് ചെയ്യേണ്ടത്, ഇതെല്ലാം പിന്നീട് അങ്ങോട്ട് ECU കാൽക്കുലേറ്റ് ചെയ്താണ് വളരെ സുഗമമായി ആ എൻജിൻ പ്രവർത്തിക്കുന്നത്. ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങളിൽ സാധാരണ പെട്രോൾ ഉപയോഗിക്കാം, E20 പെട്രോൾ ഉപയോഗിക്കാം, E25 പെട്രോൾ ഉപയോഗിക്കാം, E85 പെട്രോൾ ഉപയോഗിക്കാം, E100 പെട്രോൾ ഉപയോഗിക്കാം. നിലവിലുള്ള വാഹനങ്ങളുടെ എൻജിൻ ലൈഫ് അല്ലെങ്കിൽ ഇന്ധനക്ഷമതയ്ക്ക് എഥനോൾ എങ്ങനെ ബാധിക്കും എന്നത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഭക്ഷ്യവിളകളിൽ നിന്നും ഉണ്ടാക്കിയ ഈ ആൽക്കഹോളിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ച്, അതായത് അതിലെ ജലാംശത്തിനെ പൂർണ്ണമായും മാറ്റിയാണ് വാഹനങ്ങളിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ധനമായി മാറ്റുന്നത്, ആ എഥനോളായി മാറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ ഇതിലെ ജലത്തിൻ്റെ അംശത്തിനെ പൂർണ്ണമായും മാറ്റാനുള്ള ഒരു ശ്രമം ഉറപ്പായും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പെട്രോളിൻ്റെ ഒരു എയർ ഫ്യൂവൽ റേഷ്യോവും അല്ലെങ്കിൽ നമ്മളുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോളിൻ്റെ എയർ ഫ്യൂവൽ റേഷ്യോവും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവലിന് ഒരല്പം ഫ്യൂവൽ എഫിഷ്യൻസി കുറയുന്നതിനും കാരണം. പക്ഷേ എന്നിരുന്നാലും ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ 2023 ശേഷം ഭാരതത്തിൽ നിരത്തിലിറങ്ങിയ പെട്രോൾ വാഹനങ്ങളെ സംബന്ധിച്ചും ഇതൊരു തലവേദനയല്ല. കാരണം 2023 ഏപ്രിലിന് ശേഷം ഭാരതത്തിലിറങ്ങിയ വാഹനങ്ങളെ സംബന്ധിച്ച്
ഡിസൈനേഴ്സിന് ഓൾറെഡി അവർക്ക് ഒരു ഐഡിയ ഉണ്ട്. എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവലാണ് ഈ അവർ നിർമ്മിക്കാൻ പോകുന്ന പെട്രോൾ വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും എത്തനോളിൻ്റെ കമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പെട്രോൾ വാഹനങ്ങളായി നിരത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഇതിൽ ശരിക്കും പ്രശ്നം നേരിടുന്ന വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ 90കളിൽ വാഹനം മേടിച്ച അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ 90കളിലെ പെട്രോൾ വാഹനങ്ങൾക്കാണ്. പൂർണ്ണമായും പെട്രോളിൻ്റെ ആ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം പെട്രോൾ വാഹനങ്ങൾ മേടിച്ചവർക്കാണ് ഈ എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ ഏറ്റവും വലിയൊരു തലവേദനയായി മാറുന്നത്. ഈ 20 പെട്രോൾ നിലവിൽ നമ്മളുടെ റോട്ടിൽ നിരത്തിലോടുന്ന എല്ലാ പെട്രോൾ വാഹനങ്ങളും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിലവർക്കൊക്കെ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. അതായത് പ്രീമിയം പെട്രോളുകൾ എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്ന് ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട്. പക്ഷേ അവിടെയും എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിരത്തിലുള്ള വാഹനങ്ങൾക്കെല്ലാം അടിക്കാൻ കിട്ടുന്നത് എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ തന്നെയാണ്. പക്ഷേ 20% മിക്സ് ചെയ്തത്. ഈ 20%-നെ 22-ലോട്ടും 25-ലോട്ടും ഒക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നിലവിലെ ചർച്ച. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വാഹനങ്ങളിൽ കുറേ വർഷം, അതായത് ഒരു 90 കാലഘട്ടത്തിലുള്ള പെട്രോൾ വാഹനങ്ങൾ ഡിസൈൻ ചെയ്ത എഞ്ചിനീയേഴ്സിന് എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു പെട്രോളാണ് ഈ വാഹനത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അവർ വാഹനം ഡിസൈൻ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫാക്ടർ അവർ കൺസിഡർ ചെയ്തിട്ടേയില്ല. അത്തരമൊരു വാഹനത്തിലോട്ട്, അതായത് 90 കാലഘട്ടത്തിൽ നിരത്തിലിറങ്ങിയ ഒരു പഴയ പെട്രോൾ വാഹനത്തിലോട്ട് എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള E20 പെട്രോളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒത്തിരിയധികം ആളുകൾ, ഒത്തിരിയധികം കസ്റ്റമേഴ്സ് ഇതിനെക്കുറിച്ച് കുറേയധികം കംപ്ലൈൻറ്റുകൾ, കുറേയധികം വർക്ക്ഷോപ്പുകളും കുറേയധികം കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. അതിലൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിലെ തടസ്സമാണ്. ഒന്ന്. 2, E20 പെട്രോൾ ഉപയോഗിച്ച് വാഹനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇന്ധനക്ഷമതയിൽ വന്ന കുറവിനെ കുറിച്ചാണ് രണ്ടാമത് പറയുന്നത്. 3, വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളിലെ തുരുമ്പെടുക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ചില റബ്ബർ ഭാഗങ്ങൾ പെട്ടെന്ന് കേടുവരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലവിലെ പല പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലരുടെയും ആശങ്കയാണ്. ഇതിനെല്ലാം ഉപരി അംബ്രോഷ്യ ബീറ്റിൽ എന്ന ഒരു പ്രത്യേകതരം വണ്ട്, ആ വണ്ട് എത്തനോളിൽ ആകർഷനായി E20 പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ ഫ്യൂവൽ ലൈനിന്മേ ചെറുതായിട്ടൊന്ന് കുത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ആ കുത്തലിൽ ആക്ച്വലി ഈ അംബ്രോഷ്യ ബീറ്റിൽ എത്തനോളിൻ്റെ മണം ആകർഷിച്ചാണ് ഈ ഫ്യൂവൽ ലൈനുകളിലേക്ക് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി ഈ മണം ആകർഷിച്ച് അവൻ ആ ഫ്യൂവൽ ലൈനിൽ വന്നൊരു ഒരു 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 അക്രമം നടത്തുന്നു. അക്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി അവിടെ ഒരു ഹോള് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്യൂവൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ലൈനാണ്. സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഹോള് വന്നാൽ തന്നെ ഫ്യൂവൽ വളരെ പെട്ടെന്ന് തന്നെ ലീക്കാവുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അത് തീപിടുത്തത്തിനുള്ള കാരണങ്ങൾക്കും ഒരു സാധ്യതയാണ്. പക്ഷെ അതേസമയം ഒത്തിരിയധികം സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു പ്രശ്നം പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല വർക്ക്ഷോപ്പുകളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിലവിൽ അത്തരം വാഹനങ്ങൾക്ക് E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫ്യൂവൽ ലൈൻ ഹോസസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റെമഡി. പൊതുവെ നമ്മൾക്ക് എല്ലാവരുടെയും ഒരു ധാരണ എത്തനോൾ ഇന്ത്യയിൽ മാത്രം, ഇതൊരു റോക്കറ്റ് സയൻസ് ടെക്നോളജിയാണ്, ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ ഈ എത്തനോളിൻ്റെ ഒരു വിപ്ലവം വരുന്നത്. തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. കാരണം എത്തനോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കയാണ്. എത്തനോൾ മാർക്കറ്റിൽ അവരുടെ ഷെയർ ഏകദേശം 65%. രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. ഏകദേശം 35% അവർക്ക് എത്തനോളിലെ അവരുടെ സ്ഥാനം. പക്ഷെ അതേസമയം മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ ശതമാന കണക്ക് പറയുകയാണെങ്കിൽ വെറും 3.5% മാത്രമാണ്. 3.5% മാത്രമായിട്ടുള്ള ഒരു ചെറിയ വിപണി മാത്രമാണ് ഇന്ത്യ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ എത്തനോളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ എത്തനോൾ വിപ്ലവത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിലും അല്ലെങ്കിൽ അമേരിക്കയിലുമെല്ലാം പൂർണ്ണമായും ഭക്ഷ്യവിളകളെ ആശ്രയിച്ചാണ് ഈ എത്തനോൾ നിർമ്മിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചോളം അല്ലെങ്കിൽ കരിമ്പ് മുതലായുള്ള ഭക്ഷ്യവിളകളെ പ്രോസസ്സ് ചെയ്ത് ഫെർമെൻറ്റേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഫെർമെൻറ്റേഷൻ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്താണ് ഈ 99.5% ആൽക്കഹോളാക്കി പിന്നെ അതിനെ എഥനോളാക്കി മാറ്റുന്നത്. പക്ഷേ അതിനെ നമുക്ക് ഒരു ഫസ്റ്റ് ജനറേഷൻ എഥനോൾ എന്ന് പറയാം. പക്ഷേ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാരതം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് ജനറേഷൻ എഥനോളാണ്. സെക്കൻഡ് ജനറേഷൻ എഥനോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഭക്ഷ്യവിളകളിൽ നിന്ന് മാത്രമല്ല, പകരം അതിൻ്റെ ഒരു വേസ്റ്റിൽ നിന്നുമാണ് ഈ സെക്കൻഡ് ജനറേഷൻ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വക്യോൽ അല്ലെങ്കിൽ മുള അല്ലെങ്കിൽ കരിമ്പിൻ ചണ്ടി മുതലായിട്ടുള്ള പാഴ്വസ്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളിൽ നിന്നും എഥനോൾ നിർമ്മിക്കുകയാണ് ഇന്ത്യൻ എഥനോൾ വിപ്ലവത്തിൻ്റെ ഒരു ബേസ്.
അതായത് അതിനെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ എഥനോൾ എന്ന് പറയാം. ഈ ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നവർ ആഗ്രഹിക്കുന്നത് വളരെ വില കുറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെട്രോളിനേക്കാളും വില കുറഞ്ഞ ഒരു എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളാണ്. എന്നിരുന്നാലും CNG വാഹനം ഉപയോഗിക്കുന്നവരുടെ ഒരു ലോങ് ക്യൂ നമ്മളിപ്പോൾ പലപ്പോഴും പല പെട്രോൾ പമ്പുകളിലും കാണുന്നുണ്ട്. അപ്പോൾ CNG വാഹനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10-20 പേരെല്ലാം ഒരു പെട്രോൾ പമ്പിൽ വെയിറ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി അത് CNGയുടെ ഒരു പ്രൈസിലെ ഒരു അട്രാക്ഷൻ കൊണ്ടാണ് പലരും CNG വാഹനത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫ്ലെക്സി ഫ്യൂവൽ വാഹനങ്ങളുടെ ആ ഒരു ഇന്ധനത്തിൻ്റെ പ്രൈസിലെ ഒരു അട്രാക്ഷൻ പ്രതീക്ഷിച്ച് ആളുകൾ ഈ 100 അല്ലെങ്കിൽ ഈ 85 എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനം മേടിച്ചിട്ട് പിന്നീട് കൃത്യമായ അതിൻ്റെ ലഭ്യതയില്ലായ്മ വന്നാലും, അതുപോലെ തന്നെ സ്ഥിരതയില്ലാത്ത ചില പോളിസികൾ കൊണ്ട് ചില സമയങ്ങളിൽ എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവലിൻ്റെ വില കൂടിപ്പോയാലും അതൊരു വലിയ തലവേദനയാവും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഒരു സൈഡിൽ എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ ഒരല്പം മൈലേജ് കുറവുണ്ട്, മറു സൈഡിൽ എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് എഥനോൾ ബ്ലെൻഡഡ് ഫ്യൂവലിൻ്റെ വില ഒരല്പം കുറവുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്ത് പോകുമ്പോൾ അതെങ്ങനെ നമ്മളുടെ ബഡ്ജറ്റിന് അനുകൂലമായി പോകുമെന്ന് കാത്തിരുന്ന് കാണണം. നിലവിൽ പെട്രോൾ വാഹനങ്ങളിൽ മാത്രമാണ് എഥനോൾ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പദ്ധതി ഭാരത സർക്കാരിനുള്ളത്. ഡീസലിൻ്റെ കാര്യത്തിൽ ബയോഡീസൽ നിലവിൽ അണ്ടർ പ്രോസസ്സാണ്. 5% മുതൽ 10% വരെ ബയോഡീസൽ ഡീസലിലോട്ട് കലർത്താനുള്ള പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട്. E100 പെട്രോൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുക എന്ന് പറഞ്ഞാൽ 99.5% ശുദ്ധതയാർന്ന ആൽക്കഹോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം മറ്റു പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ, അതായത് ഒരു മദ്യമായി ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റു കുൽസിത പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് പ്രകാരം ഈ പറയുന്ന എഥനോൾ ബ്ലെൻഡിലോട്ട് ഒരു നിശ്ചിത ശതമാനം പെട്രോളും കെമിക്കൽസും മെഥനോളും ചേർക്കേണ്ടതുണ്ട്.